ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡേഴ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലൂപ്പിനെ പറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ദിവസം ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്തു. മൺഡേ നിങ്ങൾ പ്രോഫിറ്റ് എടുത്തു, ട്യൂസ്ഡേ പ്രോഫിറ്റ് എടുത്തു, വെനസ്ഡേ പ്രോഫിറ്റ് എടുത്തു, തേഴ്സ്ഡേ പ്രോഫിറ്റ് എടുത്തു. നെക്സ്റ്റ് ഡേ ഫ്രൈഡേയിൽ നമ്മൾ കഴിഞ്ഞ 4 ദിവസം ഉണ്ടാക്കിയെടുത്ത പ്രോഫിറ്റൊക്കെ നഷ്ടപ്പെട്ടു. ഈവൻ ക്യാപിറ്റലിൽ നിന്നും കുറച്ച് എമൗണ്ട് കൂടി നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് എല്ലാവർക്കും ഉണ്ട്. ആക്ച്വലി ഇതൊരു ലൂപ്പാണ്. ഇത് കംപ്ലീറ്റ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പല ആൾക്കാർക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൂപ്പാണ്. ഓക്കെ, ഇവൻ ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഇതേ ലൂപ്പിൽ പെട്ട ഒരാളായിരുന്നു. പ്രോഫിറ്റ് എടുക്കും, ദെൻ പ്രോഫിറ്റ് എടുക്കും, ദെൻ പ്രോഫിറ്റ് എടുക്കും, ദെൻ നെക്സ്റ്റ് ഡേ എല്ലാ പ്രോഫിറ്റും കൊണ്ട് കളയും. ഈവൻ ക്യാപിറ്റൽ പോലും ആ ഒരു സിംഗിൾ ഡേയിൽ വൈപ്പ് ഔട്ട് ആയ സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ ഈ ഒരു ലൂപ്പിൽ നിന്ന് വെളിയിൽ വന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു ലൂപ്പിന് വെളിയിലോട്ട് വരാം എന്നതാണ്. സോ ആദ്യം ഇതിൻ്റെ റീസൺ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, എന്തുകൊണ്ടാണ് ഈ ഒരു ലൂപ്പ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്രീഡ് നമുക്ക് അവിടെ ഉണ്ടാവും, ഒരു അത്യാഗ്രഹം. അതായത് ആദ്യത്തെ ഒരു 3 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് വരുന്ന സമയത്ത് ഒരു അത്യാഗ്രഹം നമുക്ക് അവിടെ വരും. ദെൻ നെക്സ്റ്റ് ഡേ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്വാണ്ടിറ്റി കൂട്ടുകയും പൊസിഷൻ സൈസിങ് കൂട്ടി ഓവർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ നഷ്ടങ്ങളിലോട്ട് പോകാറുള്ളൊരു സിറ്റുവേഷൻസ്. ഓക്കെ, രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആണ്. സെയിം കാര്യം തന്നെ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 4-5 ദിവസം പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻറ്റ് കൂടി വരും. അയ്യോ, ഇത് വളരെ ഈസിയാണ് മാർക്കറ്റ്, തന്നെ എന്നാൽ പിന്നെ എൻ്റെ വ്യൂ കറക്റ്റാണ്, എൻ്റെ സ്ട്രാറ്റജി കറക്റ്റാണ് എന്ന രീതിയിൽ നെക്സ്റ്റ് ഡേ വലിയ പൊസിഷൻ സൈസിങ് ചെയ്ത് ട്രേഡ് എടുക്കും, വലിയ നഷ്ടങ്ങൾ വരും. പിന്നെ ഉണ്ടാവുന്നത് നോ ഡിസിപ്ലിൻ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്ട്രീക്കിൽ, ഒരു വിന്നിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ട്രേഡിംഗ് റൂൾസ് ഒക്കെ നമ്മൾ മറന്നു കളയും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രേഡിംഗ് റൂൾ, റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ മറന്നിട്ട് വിത്തൗട്ട് ഡിസിപ്ലിൻ, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ട്രേഡുകൾ നടത്തി വലിയ നഷ്ടങ്ങളിലോട്ട് വരുന്ന സിറ്റുവേഷൻസ്. പിന്നെയുള്ളത് റിവഞ്ച് ട്രേഡിംഗ്. ആൻഡ് എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. നമ്മൾ പ്രോഫിറ്റ് എടുത്തു, ഫൈൻ. നെക്സ്റ്റ് ഡേ നമ്മൾ ഫസ്റ്റ് ട്രേഡ് നഷ്ടങ്ങളിലോട്ട് വന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10,000 ആണ് ഫസ്റ്റ് ഡേ പ്രോഫിറ്റ് എടുത്തത്, പിന്നെ ഒരു 12,000 പ്രോഫിറ്റ് എടുത്തു, ദെൻ ഒരു 13,000 പ്രോഫിറ്റ് എടുത്തു, പിന്നെ ഒരു 8,000 പ്രോഫിറ്റ് എടുത്തു. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ലോസ് വന്നത് വളരെ ചെറിയൊരു എമൗണ്ട്. ഓക്കെ, ഒരു 10,000 നിങ്ങൾക്ക് നഷ്ടം വന്നു. ബട്ട് ആ ഒരു ലോസ് നിങ്ങളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വളരെ ചെറിയ ലോസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ മനസ്സിലുണ്ട്. ഓക്കെ, ഇത് റിക്കവർ ചെയ്യാൻ പറ്റാവുന്നുള്ളൂ നെക്സ്റ്റ് ഡേ എന്ന മനസ്സിലുണ്ട്. ബട്ട് സ്റ്റിൽ അത് അക്സെപ്റ്റ് ചെയ്യാതെ, നമ്മുടെ മെൻ്റലി അക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും ട്രേഡുകൾ എടുത്ത് അത് റിക്കവർ ചെയ്യാൻ വേണ്ടി, ആ ഒരു ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ്ലി റിവഞ്ച് ട്രേഡിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്. അത് കുറക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വീണ്ടും ഒരു ട്രേഡ് എടുത്ത സമയത്ത് നെക്സ്റ്റ് പ്രോഫിറ്റ് കിട്ടി, ഒരു -5K ആയി. പിന്നെ വീണ്ടും ട്രേഡ് എടുത്ത് ഒരു ലോസ് വന്നു, അത് -20K ആയി. പിന്നെ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ചെയ്തു, -30K, -K, അങ്ങനെ വലിയ നഷ്ടങ്ങളോട്ട് പോകുന്ന സിറ്റുവേഷൻ. എസ്പെഷ്യലി റിവഞ്ച് ട്രേഡിങ് പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എനിക്ക് വളരെ റിലേറ്റബിൾ ആണ് ഈ ഒരു റിവഞ്ച് ട്രേഡിങ്. കാരണം ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ വലിയ നഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അതും സിംഗിൾ ഡേയിൽ തന്നെ. ഓക്കെ, പിന്നെയുള്ളത് ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം, നോ റിസ്ക് മാനേജ്മെൻറ്റ്. പ്രത്യേകിച്ചൊരു റിസ്ക് സിസ്റ്റം ഇല്ലാതെ ട്രേഡുകൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ വരും. പിന്നെ എക്സെട്ര, ഇങ്ങനെ ഒരുപാട് ചെറിയ കാര്യങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് അല്ലേ. ഇതാണ് മെയിനായിട്ട് പറയുന്ന, അല്ലെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ലൂപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒരു വിന്നിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മളെ മൈൻഡിലോട്ട് വരികയും ചെയ്യും. പിന്നീട് എടുക്കുന്ന ട്രേഡുകൾ നഷ്ടങ്ങളിലോട്ട് പോകും. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടങ്ങളിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യാന്നുള്ളത്. ഡെഫിനറ്റ്ലി ഈ ഒരു ലൂപ്പിൽ നിന്ന് മാറി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ടോപ്പ് 10 ട്രേഡേഴ്സിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ലൂപ്പിൽ നമ്മൾ എസ്കേപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹൗ ടു എസ്കേപ്പ് ഫ്രം ദിസ് ലൂപ്പ്. ഒന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മുൻപ് പറഞ്ഞൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് റിവഞ്ച് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കവിടെ ഒരു നോ റിവഞ്ച് ട്രേഡിംഗ് റൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. റിവഞ്ച് ട്രേഡിംഗ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലേ. നമ്മളൊരു ചെറിയൊരു ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അത് റിക്കവർ ചെയ്യണമെന്ന രീതിയിൽ വീണ്ടും ട്രേഡുകൾ എടുക്കുന്നു, വീണ്ടും നഷ്ടം വരുന്നു, പിന്നെ അത് റിക്കവർ ചെയ്യണമെന്ന രീതിയിൽ ഒരു റിവഞ്ച് മോഡിലോട്ട് പോകുന്നു, ആൻഡ് വളരെ വലിയ നഷ്ടങ്ങളിലോട്ട് പോകുന്നു. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ഇതിൽ നിന്ന് ഇപ്പോൾ നോർമലി ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ്, അപ്പോൾ ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു ലോസ് വന്നു, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് വന്ന സിറ്റുവേഷനിൽ പെട്ടെന്നൊരു ലോസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി ചെയ്യുന്നത് സിസ്റ്റം ഓഫ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്തൊരു സൊല്യൂഷൻ. സിസ്റ്റം ഓഫ് ചെയ്ത് പോവുക, പിന്നീട് മാർക്കറ്റ് വാച്ച് ചെയ്യാതിരിക്കുക, ഫ്രഷ് മൈൻഡോടെ നെക്സ്റ്റ് ഡേ വരിക. അതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എസ്പെഷ്യലി ഒരു വിന്നിങ് സ്ട്രീക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള വിന്നിങ് സ്ട്രീക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ വളരെ വലിയ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അത് നമ്മുടെ ട്രേഡിംഗ് കരിയറിൽ. ഓക്കെ, സോ ഞാൻ ചെയ്യുന്ന ഒരു റൂളാണ് റിവെഞ്ച് ട്രേഡിംഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ലോസ് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ക്ലോസ് ചെയ്ത്, എൻ്റെ സിസ്റ്റം ക്ലോസ് ചെയ്ത് ഞാൻ അവിടുന്ന് പോകും. പിന്നെ അത് മാർക്കറ്റ് വാച്ച് ചെയ്യുകയില്ല. നെക്സ്റ്റ് ഡേ വളരെ ഫ്രഷായിട്ട് ഞാൻ ട്രേഡുകൾ കൺസിഡർ ചെയ്യും. ഓക്കെ, പിന്നെയുള്ളത് പൊസിഷൻ സൈസിങ് റൂൾ. ഓക്കെ, സോ പല ആൾക്കാരും ചെയ്യുന്നതാണ്, ആ വിന്നിങ് സ്ട്രീക്കിൽ നമ്മൾ പൊസിഷൻ സൈസിങ് കൂട്ടിയെടുക്കും. നമ്മളെപ്പോഴും ഒരു ലോട്ടാണ് ട്രേഡ് ചെയ്ത് പോകുന്നതെങ്കിൽ പിറ്റേന്ന് വിന്നിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ, എസ്പെഷ്യലി വിന്നിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട് അല്ലേ, നമ്മൾ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് ഉണ്ട് ആ ഒരു പ്രോഫിറ്റ് സ്ട്രീക്ക് വരുന്ന സമയത്ത്. അതിൻ്റെ പുറത്ത് നമ്മൾ അറിയാതെ എങ്കിലും നമ്മുടെ മൈൻഡ് നമ്മളോട് പറയും, ഒരു ലോട്ട് കൂടി എക്സ്ട്രാ എടുത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഓൾറെഡി പ്രോഫിറ്റിലല്ലേ എന്ന രീതിയിലുള്ള നമ്മുടെ ടെംപ്റ്റേഷൻ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ട്രേഡിൽ ലോട്ട് സൈസ് കൂട്ടിയെടുക്കുന്നു, അത് ലോസ് വരുന്ന സമയത്ത് വളരെ വലിയ നഷ്ടം വരും. ഓക്കെ, അപ്പോൾ എപ്പോഴും പൊസിഷൻ സൈസിങ് റൂൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. സെയിം പൊസിഷൻ സൈസിങ് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെയിം പൊസിഷൻ സൈസിങ് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അത് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സെയിം ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ട് ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പിന്നെയുള്ളത് മൂന്നാമത്തെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പ്രോഫിറ്റ് ലോക്ക് റൂൾ. മീൻസ് ഇപ്പോൾ നമുക്ക് ഒരു 10,000 അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 3 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു 50K, ഒരു 50,000 പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അതിൽ നിന്ന് അത് ലോക്ക് ചെയ്യുക എന്നുള്ളത്, ലോക്ക് ചെയ്യുക മീൻസ് വിഡ്രോ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ്, അത് നമ്മൾ ചെയ്തിരിക്കുക. നമ്മളെപ്പോഴും അതിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 50K വന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു 60%, ഒരു 30,000 എങ്കിലും നിങ്ങൾ വിഡ്രോ ചെയ്യുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. ഞാൻ നോർമലി ചെയ്യുന്നത് എല്ലാ പ്രോഫിറ്റും വിഡ്രോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ബട്ട് അറ്റ്ലീസ്റ്റ് 60% എങ്കിലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് വരുന്ന സമയത്ത് പ്രോഫിറ്റ് അവിടെ ലോക്ക് ചെയ്യുക. അത് വിഡ്രോ ചെയ്തിട്ട് വേറൊരു അക്കൗണ്ടിൽ ഇടുവാണെങ്കിൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യുന്നില്ല ട്രേഡിങ്ങിൽ. അല്ലാതെ നമ്മളത് കീപ്പ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 lakh ആയിരുന്നു ക്യാപിറ്റൽ, നെക്സ്റ്റ് 3 days അത് 1,50,000 ആയി. ഓക്കെ, 1,50,000 ആയി. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ ട്രേഡ് ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്നത്, 1,00,000 ആയിരുന്നു എൻ്റെ ക്യാപിറ്റൽ, 50,000 പ്രോഫിറ്റ് ആണ് എങ്കിൽ 50,000 പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ട്രേഡ് കൺസിഡർ ചെയ്യും. റൈറ്റ്, പല ആൾക്കാരും ക്യാപിറ്റൽ ഇപ്പോൾ 1.5 lakh വരുന്ന സമയത്ത് ക്യാപിറ്റൽ അവർ വിചാരിക്കുന്നത്, എൻ്റെ ക്യാപിറ്റൽ 1 lakh ആണ്, 50,000 പ്രോഫിറ്റ് എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. ബട്ട് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ 1.5 lakh നമ്മുടെ ക്യാപിറ്റലാണ്. റൈറ്റ്, എന്ന രീതിയിലാണ് ചിന്തിക്കണം. അത് പല ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. അതുകൊണ്ട് ഞാനെപ്പോഴും പറയുന്നത്, നിങ്ങളുടെ പ്രോഫിറ്റ് ലോക്ക് ചെയ്യുക എന്നുള്ളത്, അത് വിഡ്രോ ചെയ്യുക, ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുക. ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്, 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാത്ത ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. റിവെഞ്ച് ട്രേഡിംഗ് റൂളും ആൻഡ് പ്രോഫിറ്റ് ലോക്കും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെയുള്ളത് ഡെയിലി ലിമിറ്റ്, ലോസ് ലിമിറ്റ് റൂൾ. ഓക്കെ, അതൊരു ലിമിറ്റ് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്തിരിക്കണം. ആ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമോഷണൽ ബാധിക്കാത്തതും നമ്മുടെ എൻ്റർ ക്യാപിറ്റലിന് ബാധിക്കാത്ത ഒരു എമൗണ്ട് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ചില ട്രേഡേഴ്സ് ചെയ്യുന്നത് ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് 1% to 2% വരെ റിസ്ക് എടുക്കാം എന്ന രീതിയിലാണ് പല ആൾക്കാരും ചെയ്യുന്നത്. ആൻഡ് ഞാനിപ്പോൾ നോർമലി ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് എമൗണ്ട്, ഒരു 50K അല്ലെങ്കിൽ 60K, ഒരു ഫിക്സ്ഡ് എമൗണ്ടിനുള്ളിൽ ഞാൻ മാക്സിമം, ഇതാണ് എൻ്റെ ഇന്നത്തെ മാക്സിമം നഷ്ടം എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ മാക്സിമം ഞാൻ ഈവൻ എന്തെങ്കിലും തരത്തിൽ മിസ്റ്റേക്ക് ചെയ്താൽ പോലും ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ലോസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പെർ ഡേ. അപ്പം അങ്ങനെയുള്ളൊരു സെറ്റ് ഓഫ് റൂൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇതാണ് ഇന്നത്തെ ഒരു ദിവസം മാക്സിമം എനിക്ക് നഷ്ടപ്പെടാനുള്ള ഒരു എമൗണ്ട് എന്നുള്ളത്. അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു സമയം, അങ്ങനെ ഒരു ലോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. പിന്നെയുള്ളത് ഇമോഷണൽ കൺട്രോൾ ആൻഡ് ട്രേഡിംഗ് ജേർണൽ. ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള എക്സസൈസോ അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുകയോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ട്രേഡിംഗ് ജേർണൽ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട്, നിങ്ങൾ ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. റൈറ്റ്, പല ആൾക്കാരും വളരെ ക്രിഞ്ചായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രേഡിംഗ് ജേർണൽ, ഇതൊക്കെ എങ്ങനെ എന്തിനാണ് എഴുതുന്നത് എന്നുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി എഴുതി വെച്ചിരിക്കുക. എഴുതി വെച്ചിരിക്കുന്നത് നമ്മളെപ്പോഴും എഴുതുന്ന സമയത്ത് അതൊരു ഒരു
കോൺഫിഡൻറ്റ് തരും. നമുക്ക് നെക്സ്റ്റ് ഡേ നമ്മൾ ആ മിസ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടാവും, ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതായത് നമ്മൾ മൈൻഡിൽ വെച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല, അത് മിസ്റ്റേക്കാണ്, ഇന്ന് ഞാൻ ഓവർ ട്രേഡ് ചെയ്തു, ഞാൻ നെക്സ്റ്റ് ഡേ ചെയ്യില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല. ഒരു ട്രേഡിംഗ് ജേർണൽ നിങ്ങൾ എടുത്തിരിക്കുന്ന എൻട്രി ആൻഡ് ആ ഒരു സമയത്തെ ഇമോഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ക്രിഞ്ച് ആണെങ്കിലും നിങ്ങളത് എഴുതി വെച്ചിരിക്കുക. ആൻഡ് ആ ഒരു ഓരോ വീക്കിലും നിങ്ങൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ചെയ്യുന്ന ആ ഒരു മിസ്റ്റേക്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്, അത് റെക്ടിഫൈ ചെയ്യാൻ മാത്രം ഫോക്കസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് ജേർണലും കീപ്പ് ചെയ്യുക, എടുക്കുന്ന ട്രേഡുകളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നോർമലി ഈ കാര്യങ്ങളാണ് ഏറ്റവും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഒരു മിസ്റ്റേക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു ലൂപ്പിന് പുറത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ആ ഒരു ലൂപ്പിലല്ല, മുൻപ് ഞാൻ ആ ഒരു ലൂപ്പിലായിരുന്നു, ഇപ്പോൾ ആ ഒരു ലൂപ്പിന് വെളിയിലോട്ട് വന്നു. കാരണം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോഫിറ്റ് ലോക്ക്, അതായത് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുക. അപ്പം എനിക്കറിയാം എൻ്റെ എത്രയാണ് ലിമിറ്റ് എന്നുള്ളത്. പിന്നെ നോ റിവഞ്ച് ട്രേഡിംഗ് റൂൾ, അതായത് ഒരു ലോസ് വരുവാണെങ്കിൽ പിന്നെ ഞാനത് മാർക്കറ്റ് വാച്ച് ചെയ്യില്ല. അത് 100% ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ഇന്നൊരു ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഡെയിലി ലോസ് ലിമിറ്റിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ പിന്നെ മാർക്കറ്റ് വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും. ഓക്കെ, അത് ഞാനിപ്പോഴും വളരെ 100% വളരെ സിൻസിയറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരേ ഒരു റൂളാണ് അതുള്ളത്. ഓക്കെ, പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, പൊസിഷൻ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ. പിന്നെ ട്രേഡിംഗ് ജേർണൽ കീപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ലൂപ്പിന് വെളിയിലോട്ട് വരും. പിന്നെയുള്ളത് ഒരു എക്സ്ട്രാ അഡ്വൈസ് എന്ന് പറയുവാണെങ്കിൽ, ഇത് ട്രേഡിങ്ങിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലും ഇതുപോലുള്ള ചില ലൂപ്പുകൾ ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും, പിന്നെ ആ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മേ ബി എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റോ സംതിങ് ആയിരിക്കാം, റൈറ്റ്? അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും, ബട്ട് അത് ചെയ്യും, then അഗെയിൻ തിരിച്ചു വന്ന് റിഗ്രറ്റ് ചെയ്യും, റൈറ്റ്? അഗെയിൻ വീണ്ടും ചെയ്യും, അഗെയിൻ വീണ്ടും. ഇതും നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അപ്പം ട്രേഡിങ്ങിലോട്ട് അതായത് ട്രേഡിങ്ങിലുള്ള ആ ഒരു ലൂപ്പ് ക്ലോസ് ചെയ്യുന്നില്ല, വെളിയിൽ നിന്ന് വരുന്നതിന് മുൻപ് നിങ്ങളുടെ ഈ ഒരു സ്വന്തം ലൈഫിലുള്ള ആ ഒരു ലൂപ്പ് നിന്ന് വെളിയിൽ വരുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, ബെറ്റർ ഡിസിഷൻ. പെട്ടെന്ന് തന്നെ നമുക്ക് ട്രേഡിങ്ങിലോട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നീട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ വളരെ വലിയ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടിയിരിക്കാം. അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ നാളെ മുതലല്ല, ഇന്ന് മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്കിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ആൻഡ് നെക്സ്റ്റ് ഡേ അത് എഴുതി വെച്ചിരിക്കാം. അത് നെക്സ്റ്റ് ഡേ ഇനി ഞാൻ ആ ഒരു സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യില്ല. ആൻഡ് ഇത്രയും റൂളും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു നോട്ടിൽ എഴുതി വെച്ചിരിക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മളത് മറന്നു പോകും. നമ്മൾ ഇത് ഓക്കെ ആണെന്ന് നമുക്ക് പറയുവാണെങ്കിൽ പോലും നമ്മളൊരു വിന്നിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ അങ്ങ് മറന്നു കളയും, റൈറ്റ്? കാരണം നമ്മൾ പല സക്സസ് സ്റ്റോറീസും നമ്മൾ ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ട്രേഡേഴ്സൊക്കെ എല്ലാവരും സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡ്സ് മാത്രമേ നിങ്ങൾക്ക് കാണിക്കത്തുള്ളൂ. അപ്പം അതൊക്കെ നമ്മുടെ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓവർ കോൺഫിഡൻറ്റും ഓവർ ആയിട്ടുള്ള ഒരു ഗ്രീഡൊക്കെ കൊണ്ട് നല്ല രീതിയിലുള്ള ഈ ഒരു ലൂപ്പിൽ തന്നെ നിങ്ങൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്ന് തന്നെ നിങ്ങൾ ഇതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ. താങ്ക് യു.